ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് 2024 ജൂലൈ മാസത്തിലെ ആദ്യ രണ്ടാഴ്ചകൾ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കേരള PSC എക്സാംസിനെ പറ്റിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാംസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എക്സാം ഉള്ള ആളുകൾ മറക്കാതെ കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്യാം ഏതൊക്കെ എക്സാംസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ 126/2023 ആണ്. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 2-നാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 238/2023 ലെക്ചറർ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഇത് നടക്കുന്നത് ജൂലൈ 3-നാണ്. അടുത്ത കാറ്റഗറി നമ്പർ 237/2023 ലെക്ചറർ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ജൂലൈ 4-നാണ് നടക്കുന്നത്. അടുത്തത് 239/2023 ലെക്ചറർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 5-നാണ്. അടുത്ത കാറ്റഗറി നമ്പർ 707/2023 UP സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കുള്ളതാണ്. എക്സാം നടക്കുന്നത് ജൂലൈ 6-നാണ്, സാറ്റർഡേ ആണ്. അടുത്ത കാറ്റഗറി നമ്പർ 581/2023 ലാബ് അസിസ്റ്റന്റ് എക്സാം ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 9-നാണ്. അടുത്ത കാറ്റഗറി നമ്പർ 685/2023 ടൈലറിംഗ് ഇൻസ്ട്രക്ടർ, പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 9-നാണ്. അടുത്ത കാറ്റഗറി നമ്പർ 608/2023 ഹൈസ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. എക്സാം നടക്കുന്നത് ജൂലൈ 9-നാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, കാസർഗോഡ് ജില്ലയിലേക്കുള്ളതാണ്. അടുത്ത കാറ്റഗറി നമ്പർ 189/2023 നെയിം ഓഫ് പോസ്റ്റ് ട്രേസർ ആണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 10-നാണ്. അടുത്ത കാറ്റഗറി നമ്പർ 530/2023 ഓവർസിയർ ഗ്രേഡ് 3 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 10. 713/2023 വർക്ക് സൂപ്രണ്ട് ആണ്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, മലപ്പുറം, അതുപോലെ വയനാട്, കണ്ണൂർ ജില്ലകളിലേക്കുള്ളതാണ്. എക്സാം നടക്കുന്നത് ജൂലൈ 10. അടുത്ത കാറ്റഗറി നമ്പർ 725/2023 പ്രോഗ്രാമർ നെയിം ഓഫ് പോസ്റ്റ് പ്രോഗ്രാമർ ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 11. അടുത്ത കാറ്റഗറി നമ്പർ 542/2023 മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 11. അടുത്ത കാറ്റഗറി നമ്പർ 249/2023 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജസിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 11. 466/2023 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോപ്പതിക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. എറണാകുളം ജില്ലയിലേക്കുള്ളതാണ്. എക്സാം നടക്കുന്നത് ജൂലൈ 11. അടുത്തത് 492/2023 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. മലപ്പുറം, കണ്ണൂർ ജില്ലകളിലേക്കാണ്. എക്സാം നടക്കുന്നത് ജൂലൈ 11. 563/2023 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് പാലക്കാട് ജില്ലയിലേക്ക്. എക്സാം നടക്കുന്നത് ജൂലൈ 11. 744/2023 ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. കാസർഗോഡ് ജില്ലയിലേക്കാണ്. എക്സാം നടക്കുന്നത് ജൂലൈ 11-നാണ്. അടുത്ത കാറ്റഗറി നമ്പർ 085/2023 അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ളതാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. ബൈ ട്രാൻസ്ഫർ ആണ് കേട്ടോ. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 12. അടുത്ത കാറ്റഗറി നമ്പർ 124/2023 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 12.
അടുത്ത കാറ്റഗറി നമ്പർ 431/2023 ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 13 അപ്പോൾ ഇത്രയും എക്സാംസ് ആണ് ഇനി വരുന്ന 2 ആഴ്ചകളിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പോൾ എക്സാമുള്ള ആളുകൾ കാര്യങ്ങളൊന്നും ഒന്ന് നോട്ട് ചെയ്യുക, കാര്യങ്ങളൊന്നും മറക്കരുത്. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ അഡ 247 മലയാളത്തിൽ മന്ത് ആൻഡ് സെയിൽസ് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം കേരള PSC SSC റെയിൽവേ ബാങ്ക് ഏത് എക്സാം ആണെങ്കിലും ഒരൊറ്റ പാക്കാണ്. അതാണ് കേരള മെഗാ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ പാക്കിൽ ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ ലൈവ് ക്ലാസ്സുകൾ കാണാം. ഇ ബുക്സ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ പാക്കിലൂടെ അവൈലബിൾ ആവുകയാണ്. അതും ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഡബിൾ വാലിഡിറ്റിയും അവൈലബിൾ ആണ്. ഇപ്പോൾ കേരള മെഗാ പാക്ക് അല്ലാതെ സെപ്പറേറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് കിട്ടേണ്ടത് 2 വർഷത്തേക്ക് നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റിയോട് കൂടി ഒരു കോഴ്സ് കിട്ടുകയാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് Y670 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ എക്സാമുള്ള ആളുകൾ കാര്യങ്ങളൊക്കെ മറക്കാതിരിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്